ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ മെയിൻ പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിലെ 3 യൂണിറ്റുകളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1 വേർഡിൻ്റെ ആൻസർ കൂടി പറയുന്നുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഹിൻസാണ് കൊടുക്കുന്നുള്ളൂ. നോട്ട് വാങ്ങിയവർക്കറിയാം, നോട്ട്സിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ അതേപോലെ ഹിൻസിൻ്റെയൊക്കെ നോട്ട്സ് പെയ്ഡായിട്ട് PDF കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് അറിയിക്കുക. അല്ലാതെ മുഴുവൻ നിങ്ങളുടെ 3 സബ്ജക്റ്റുകളുടെ വേൾഡ് ഹിസ്റ്ററിയുടെ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജീൻ്റെ, EVSൻ്റെ നോട്ട്സ് മലയാളം PDF നോട്ട്സ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. അത് ആവശ്യമുള്ളവർ വീഡിയോ ക്ലാസ്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വരും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ 2 ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത് കേട്ടോ. ഒന്നാമത്തത്, വാട്ട് ഡസ് ദ വേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിംബലൈസ്? സ്ഥാപനം എന്ന പദം എന്തിനെ പ്രതീകപ്പെടുത്തുന്നു എന്ന്. ആൻസർ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് എന്നാണ്. എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായ സമ്പ്രദായങ്ങൾ. മലയാളത്തിൽ എഴുതുന്നവർ മലയാളത്തിൽ തന്നെ 1 വേർഡും എഴുതാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡിഫൈൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ് വിച്ച് എംബോഡീസ് കോമൺ റൂൾ ഫോർ മീറ്റിംഗ് സൊസൈറ്റീസ് ബേസിക് നീഡ്സ്? സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡ് നിയമങ്ങളും നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഘടിത ബന്ധ സംവിധാനമാണ് സ്ഥാപനങ്ങൾ എന്ന് നിർവചിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആൻസർ ഹൊട്ടനും ഹണ്ടുമാണ്. ഹൊട്ടനും ഹണ്ടും. മൂന്നാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ആക്ട്സ് ആസ് ദ സ്റ്റേബിൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ? സാമൂഹിക വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സ്ഥിരമായ മാർഗമായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ്. ആൻസർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങൾ. നാലാമത്തത്, വാട്ട് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഫാമിലി, മാരേജ്, ഇക്കണോമി ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്? കുടുംബം, വിവാഹം, സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയ സമ്പ്രദായം എന്നിവയെല്ലാം ഏത് തരം സ്ഥാപനങ്ങളാണ്? ആൻസർ എസ്റ്റാബ്ലിഷ്ഡ് ഫോംസ് ആണ്, എന്ന് പറഞ്ഞാൽ സ്ഥാപിതമായ രൂപങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഈസ് റെഫേർഡ് ടു ആസ് എ സെറ്റ് ഓഫ് നോംസ് സറൗണ്ടിങ് എ നെസസറി ഫങ്ഷൻ ഓഫ് സൊസൈറ്റി? ഏത് പദത്തെയാണ് സമൂഹത്തിൻ്റെ ആവശ്യമായ പ്രവർത്തനത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ എന്ന് പരാമർശിക്കുന്നത്? ആൻസർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സാമൂഹിക ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളാണ്. 6, ബൈ വാട്ട് ഫോർമലൈസ്ഡ് മെത്തേഡ്സ് ഡു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ സൊസൈറ്റി? ഏത് ഔപചാരികമായ രീതികളിലൂടെയാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ സമൂഹത്തിലെ മനുഷ്യൻ്റെ പെരുമാറ്റം നിയന്ത്രിക്കുന്നത്? ആൻസർ സോഷ്യൽ കൺട്രോൾ, സാമൂഹിക നിയന്ത്രണം. ഏഴാമത്തെ ചോദ്യം, ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൂടിയാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഗേവ് ദ ഡെഫിനേഷൻ ഓഫ് സോഷ്യോളജി ആസ് ദ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സാമൂഹിക സ്ഥാപനങ്ങളുടെ ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് സോഷ്യോളജിക്ക് നിർവചനം നൽകിയത് ആര്? ആൻസർ എമിലി ഡർക്കീം എന്ന് എഴുതിയാലും മതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് കൺട്രോൾ ഈസ് ഓർഗനൈസ്ഡ് ത്രൂ പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? പ്രാഥമിക സാമൂഹിക സ്ഥാപനങ്ങളിലൂടെ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് സംഘടിപ്പിക്കുന്നത്? ആൻസർ ഫോർമൽ, ഔപചാരികം. 9, വിച്ച് സോഷ്യൽ സ്ട്രക്ചർ ഹെൽപ്സ് മീറ്റ് ദ ബേസിക് നീഡ്സ് ഓഫ് എ സൊസൈറ്റി? ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സാമൂഹിക ഘടന ഏതാണെന്നാണ് ചോദ്യം. ആൻസർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക സ്ഥാപനങ്ങൾ. ഇനി 2 മാർക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഒരു സാമൂഹിക സ്ഥാപനത്തിലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ വിശദമാക്കുക. സ്വഭാവ സവിശേഷതകൾ എന്ന് നമ്മൾ നോട്ടിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ മീനിങ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സാമൂഹിക സ്ഥാപനം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതും നോട്ടിൽ യൂണിറ്റിൻ്റെ ആമുഖം ഒന്ന് നോക്കിയാൽ അത് ആമുഖത്തിൽ പറയുന്നത് തന്നെയാണ് ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് യൂണിറ്റിൽ, എലാബറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സാമൂഹ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ്. അത് നമ്മളതിൽ ആൻസർ കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ അർത്ഥവും സ്വഭാവ സവിശേഷതകളും എന്നതിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? സമൂഹ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. അത് അതേ ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതേ ഭാഗം തന്നെ ആൻസറായിട്ട് എഴുതാം. അതിന് എസ്സേ ഇല്ല കേട്ടോ. ഇനി യൂണിറ്റ് 2 1 വേർഡ് ക്വസ്റ്റ്യൻസ്.
Objective type questions. First question, who defined marriage as a universal institution that involves residential cohabitation, economic cooperation that leads to the formation of a nuclear family? വിവാഹം ഒരു സാർവത്രിക സ്ഥാപനമാണ്. അതിൽ പാർപ്പിട സഹവാസവും ഒരു അണുകുടുംബ രൂപീകരണത്തിലേക്ക് നയിച്ച സാമ്പത്തിക സഹകരണവും ഉൾക്കൊള്ളുന്നു എന്ന് നിർവചിച്ചത് ആരാണ്? ആൻസർ ജോർജ് പീറ്റർ മർഡോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മാരേജ് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ദ മാരേജ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ലൈനേജ് ഓർ ഗ്രൂപ്പ്? വംശപരമ്പരയിലോ ഗ്രൂപ്പിലോ നടക്കുന്ന ഒരേ വംശപരമ്പരയിലോ ഗ്രൂപ്പിലോ നടക്കുന്ന വിവാഹത്തെ പൊതുവെ ഡാഷ് എന്ന് പരാമർശിക്കുന്നു, അല്ലെങ്കിൽ എന്ത് എന്ന് പരാമർശിക്കുന്നു എന്നാണ്. ആൻസർ എൻഡോഗമി. എൻഡോഗമി എന്ന് തന്നെ മലയാളത്തിൽ എഴുതി വെച്ചാലും മതി. സ്വഗണ വിവാഹം എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. എൻഡോഗമി, എക്സോഗമി രണ്ടും താരതമ്യം ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സിസ്റ്റം ഓഫ് മാരേജ് വേറിൻ ക്യാൻ വൺ മാൻ മാരി വൺ വുമൺ? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഏത് വിവാഹ സമ്പ്രദായമാണെന്ന്? ആൻസർ മോണോഗമി. അങ്ങനെ തന്നെ എഴുതാം, മോണോഗമി എന്ന് തന്നെ മലയാളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഏകഭാര്യത്വം എന്ന് എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പെർമിറ്റ്സ് എ മാൻ ടു ഹാവ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം? ഒരു പുരുഷന് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെ അനുവദിക്കുന്ന സ്ഥാപനം ഏതാണെന്ന്? പോളിഗമി എന്നാണ്. പോളിഗൈനി എന്ന് തന്നെ മലയാളത്തിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ബഹുഭാര്യത്വം എന്ന് മലയാളം എഴുതാം. അഞ്ചാമത്തത്, വിച്ച് ഈസ് ദ സിസ്റ്റം ഓഫ് മാരേജ് വേറിൻ ക്യാൻ വൺ വുമൺ മാരി സെവറൽ മെൻ അറ്റ് എ ടൈം ആൻഡ് കീപ് ഓൾ ഓഫ് ദം വിത്ത് ഹെർസെൽഫ്? ഒരു സ്ത്രീക്ക് ഒരേ സമയം നിരവധി പുരുഷന്മാരെ വിവാഹം കഴിക്കാനും എല്ലാവരെയും തന്നോടൊപ്പം നിർത്താനും കഴിയുന്ന വിവാഹ സമ്പ്രദായം ഏതാണ്? ആൻസർ പോളിയാൻഡ്രി എന്ന് അങ്ങനെ തന്നെ മലയാളം എഴുതാം, അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്നാണ് അതിൻ്റെ മലയാളം. ആറാമത്തത്, വാട്ട് ഡു യു കോൾ മാരേജ് വിത്തിൻ വൺസ് കാസ്റ്റ്, ട്രൈബ്, ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി? ഒരാളുടെ ജാതിയിലോ ഗോത്രത്തിലോ ഗ്രൂപ്പിലോ സമുദായത്തിലോ ഉള്ള വിവാഹത്തെ നിങ്ങൾ എന്താണ് വിളിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണത്. വംശപരമ്പരയിലോ ഗ്രൂപ്പിലോ നടക്കുന്ന വിവാഹം പറഞ്ഞില്ലേ, എൻഡോഗമി. അതിനപ്പോൾ പല രീതിയിൽ ചോദിക്കാം എന്നതിനാണ് ആ ക്വസ്റ്റ്യൻ വീണ്ടും കൊടുത്തുള്ളത്. എൻഡോഗമി അല്ലെങ്കിൽ സ്വഗണ വിവാഹം. 7, വിച്ച് ഈസ് ദ ഫോം ഓഫ് ഇൻ്റർകാസ്റ്റ് മാരേജ് വെറിൻ എ മാൻ ഓഫ് ഹയർ കാസ്റ്റസ് മാരീസ് എ വുമൺ ഓഫ് ലോവർ കാസ്റ്റ്? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞു പോയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഇൻ്റർകാസ്റ്റ് വിവാഹത്തിൻ്റെ രൂപമേത്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്തെന്നാണ്? അനുലോമ വിവാഹം എന്നാണ്. അനുലോമ വിവാഹം തന്നെയാണ് മലയാളത്തിൽ എഴുതുന്നത്. എട്ടാമത്തത്, വാട്ട് ഡു യു കോൾ ദ മാരേജ് ഓഫ് എ മാൻ വിത്ത് ദ സിസ്റ്റർ ഓഫ് ഹിസ് ഡിസീസ്ഡ് വൈഫ്? മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയുമായുള്ള ഒരു പുരുഷൻ്റെ വിവാഹത്തെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്നാണ്. ആൻസർ സോറോറേറ്റ് മാരേജ് എന്നാണ്. സോറോറേറ്റ് അങ്ങനെ തന്നെ മലയാളം അങ്ങനെ തന്നെ എഴുതാം, സോറോറേറ്റ് വിവാഹം തന്നെയാണ് പറയുക കേട്ടോ. 9, വിച്ച് മാരേജ് പ്രിഫറൻസ് റൂൾ റിലൈസ് ഓൺ എ വിഡോ ടു മാരി ഹർ ഡിസീസ്ഡ് ഹസ്ബൻഡ്സ് ബ്രദർ? മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കാൻ വിധവയെ ആശ്രയിക്കുന്ന വിവാഹ മുൻഗണനാ നിയമം ഏതാണ്? ലെവിറൈറ്റ് എന്നാണ് പറയുക. ലെവിറൈറ്റ് മാരേജ് അല്ലെങ്കിൽ ലെവിറൈറ്റ് വിവാഹം എന്ന് മലയാളത്തിൽ എഴുതാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മാരേജ് ഫോം ഈസ് ഫൗണ്ട് ടു ബി സുപ്പീരിയർ ടു അതർ ഫോംസ് ഓഫ് മാരേജ്? ഏത് വിവാഹ രൂപമാണ് മറ്റ് വിവാഹ രീതികളെക്കാൾ മികച്ചതായി കാണപ്പെടുന്നത്? അതായത് പൊതുവെ അംഗീകരിക്കപ്പെട്ട വിവാഹ രീതി ഏതാണെന്നാണ് ചോദ്യം. മോണോഗമിയാണ്, ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം, രണ്ടിനും ഒരേ പേര് തന്നെ പറയുക, മോണോഗമി. 11, വാട്ട് ഡു യു റെഫർ ടു വെൻ ദ മാരേജ് ഇൻവോൾവ്സ് റിലേഷൻഷിപ്പ് വിത്ത് 3 or more പീപ്പിൾ? വിവാഹത്തിൽ 3 അതിലധികമോ ആളുകളുമായുള്ള ബന്ധം ഉൾപ്പെടുമ്പോൾ നിങ്ങൾ എന്താണ് പരാമർശിക്കുന്നത്? അതായത് അതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്നാണ്. ആൻസർ പോളിഗമി, ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം, പോളിഗമി എന്നാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മാരേജ് ടൈപ്പ് ഈസ് അതർവൈസ് കോൾഡ് ഹൈപ്പർഗമി? ഏത് തരത്തിലുള്ള വിവാഹമാണ് ഹൈപ്പർഗമി എന്നുകൂടി അറിയപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അനുലോമ വിവാഹം, അനുലോമ മാരേജ്. 13, വിച്ച് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫൺ കാൾഡ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സൊസൈറ്റി? സമൂഹത്തിൻ്റെ അടിസ്ഥാന കെട്ടിടം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന സ്ഥാപനം ഏതാണ്? ഫാമിലി, കുടുംബം. ആൻസർ 14, ഹൂ ഡിഫൈൻഡ് ഫാമിലി ആസ് എ ബയോളജിക്കൽ യൂണിറ്റ് ഹാവിങ് എ കോമൺ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ സെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്?
ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വ്യവസ്ഥാപിതമോ അനുവദനീയമോ ആയ ലൈംഗിക ബന്ധമുള്ള അംഗങ്ങൾക്ക് പൊതുവായ വാസസ്ഥലമുള്ള ഒരു ജൈവ യൂണിറ്റായി കുടുംബത്തെ നിർവചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ മാലിനോസ്കി. ആരാണ്? മാലിനോസ്കി. 15. വിച്ച് ടൈപ്പ് ഓഫ് ഫാമിലി സിസ്റ്റം മെമ്പേഴ്സ് ഓഫ് സെവറൽ ജനറേഷൻസ് ലീവ് അണ്ടർ എ കോമൺ ഹൗസ് ഹോൾഡ്? അനേകം തലമുറകളിലെ ആളുകൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന കുടുംബം ഏത് തരം കുടുംബമാണ്? ആൻസർ എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ വിസ്തൃത കുടുംബം. 16. വിച്ച് ടൈപ്പ് ഓഫ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് കോമ്പോസ്ഡ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ദെയർ ചിൽഡ്രൻ? ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും മാത്രം ഉൾക്കൊള്ളുന്ന ചെറിയ കുടുംബം ഏത് തരം കുടുംബമാണ്? അതാണ് ആധുനിക കുടുംബം, ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബം എന്ന് പറയും. 17. വാട്ട് ഡു യു റെഫർ ടു ദ ഫാമിലി ഇൻ വിച്ച് അതോറിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി? കുടുംബത്തിലെ മൂത്ത പുരുഷനിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന കുടുംബത്തെ നിങ്ങൾ എന്താണ് പരാമർശിക്കുന്നത്? പാട്രിയാർക്കൽ ഫാമിലി അല്ലെങ്കിൽ പിതൃദായ കുടുംബം. 18. വെൻ അതോറിറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി ഇറ്റ് ഈസ് നോൺ ആസ്? കുടുംബത്തിലെ സ്ത്രീ അംഗത്തിന് അധികാരം നൽകുമ്പോൾ അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മാട്രിയാർക്കൽ ഫാമിലി അല്ലെങ്കിൽ മാതൃദായ കുടുംബം. 19. വാട്ട് ഈസ് അനദർ ടേം ഫോർ എ വൈരി ലോക്കൽ ഫാമിലി? വൈരി ലോക്കൽ ഫാമിലി അല്ലെങ്കിൽ വൈറ ലോക്കൽ ഫാമിലി എന്നതിന് വൈറ ലോക്കൽ കുടുംബത്തിൻ്റെ മറ്റൊരു പദം ഏതാണെന്ന്? പാട്രി ലോക്കൽ ഫാമിലി. ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദ ഫാമിലീസ് ദാറ്റ് ട്രേസ് ദെയർ ലൈനേജ് ത്രൂ മദേഴ്സ് ലൈൻ? നേരത്തെ ചോദിച്ചാൽ തന്നെ വേറൊരു രൂപത്തിൽ ചോദിക്കുക. അങ്ങനെ അമ്മയുടെ വംശപരമ്പരയിലൂടെ തങ്ങളുടെ വംശപരമ്പര കണ്ടെത്തുന്ന കുടുംബങ്ങളുടെ ഒരു സാധാരണ ഉദാഹരണം ഏതാണെന്നാണ്. ആൻസർ കേരളത്തിലെ നായർ ഫാമിലി, നായർ കുടുംബം. കേരളത്തിലെ നായർ കുടുംബം എന്നതിന് ഉദാഹരണം അതാണ്. 21. വിച്ച് കൈൻഡ് ഓഫ് കിൻഷിപ്പ് റിലേഷൻസ് ഒക്കേഴ്സ് ത്രൂ ദി ബോണ്ട് ഓഫ് ബ്ലഡ്? രക്തബന്ധത്തിലൂടെ ഏത് തരത്തിലുള്ള ബന്ധുത്വമാണ് സംഭവിക്കുന്നത്? കൺസാൻജീനിയൻ രക്തബന്ധമുള്ള ബന്ധുത്വം എന്നാണ് എൻ്റെ മലയാളം. കൺസാൻജീനിയൻ തന്നെ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇനി 22. വിച്ച് കൈൻഡ് ഓഫ് കിൻഷിപ്പ് റിലേഷൻസ് ഒക്കേർ ത്രൂ ദി മാരേജ് റിലേഷൻസ്? വിവാഹബന്ധത്തിലൂടെ ഏത് തരത്തിലുള്ള ബന്ധുത്വമാണ് സംഭവിക്കുന്നത്? ആൻസർ അഫിനൽ കിൻഷിപ്പ്. വിവാഹബന്ധത്തിലൂടെയുള്ള ബന്ധുത്വം എന്നാണ് മലയാളം. അഫിനൽ കിൻഷിപ്പ് എന്ന് തന്നെ മലയാളം എഴുതിയാലും കുഴപ്പമില്ല. 23. വാട്ട് ആർ ദ 2 പ്രിൻസിപ്പൽ ഫോംസ് ഓഫ് മാരേജ്? വിവാഹത്തിൻ്റെ 2 പ്രധാന രൂപങ്ങൾ ഏതൊക്കെയാണെന്ന്? അത് നമ്മുടെ പുസ്തകത്തിൽ വരുന്നതല്ല, ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? സിവിൽ മാരേജ് ആൻഡ് റിലീജിയസ് മാരേജ് ആണ്. സിവിൽ വിവാഹവും മതപരമായ, അതായത് രാഷ്ട്രം അംഗീകരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ 2 സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുമല്ലോ. മതപരമായ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കും, ഒപ്പം രാജ്യത്തിൻ്റെതായ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കും. അപ്പോൾ അതാണ് സിവിൽ മാരേജ് ആൻഡ് റിലീജിയസ് മാരേജ്. ഇനി 2ാമത്തെ യൂണിറ്റിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സോറി ലോക്കൽ ഫാമിലി ആൻഡ് എ വൈറ ലോക്കൽ ഫാമിലി? ഒരു ഓക്സാറി ലോക്കൽ കുടുംബവും വൈറ ലോക്കൽ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ 2 ഫോംസ് ഓഫ് പോളിഗമസ് മാരേജ്? 2 തരം പോളിഗമസ് വിവാഹങ്ങളുടെ 2 തരത്തിലുള്ള പോളിഗമസ് വിവാഹങ്ങളുടെ സവിശേഷതകൾ വിവരിക്കാനാണ്. ആൻസർ പോളിഗൈനി ബഹുഭർത്തൃത്വം, പോളിയാൻഡ്രി ബഹുഭർത്തൃത്വം. അത് രണ്ടും എന്താണെന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസറായി. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ വേരിയസ് കൈൻഡ്സ് ഓഫ് കിൻഷിപ്പ് ടെർമിനോളജി? വിവിധ തരം ബന്ധുത്വ വെളിപ്പേരുകൾ വിശദമാക്കുക. കിൻഷിപ്പ് ടെർമിനോളജി എന്ന ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി പഠിക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ആൻഡ് എലാബറേറ്റ് ദ മേജർ ട്രെൻഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി? അത് എസ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എക്സാമിൻ ആൻഡ് എലാബറേറ്റ് ദ മേജർ ട്രെൻഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഇതിൽ എസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, ഇവിടെ ചോദിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. എസ് ആയിട്ട് വരാനും സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കുടുംബം എന്ന സ്ഥാപനത്തിലെ പ്രധാന പ്രവണതകൾ പരിശോധിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ് കുടുംബം? കുടുംബത്തിൻ്റെ ഡെഫിനിഷൻസ്, വിവിധതരം കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫാമിലി എന്ന ആ ഒരു ഹെഡിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അതെല്ലാം ചേർത്ത് ആൻസർ എഴുതണം കേട്ടോ. എസ് എ ആണെങ്കിൽ. ഇപ്പോൾ എല്ലാ 4 മാർക്കിനാണെങ്കിൽ നമുക്കൊന്നുകൂടി കുറച്ചുകൂടി ചുരുക്കിയിട്ട് എന്തൊക്കെ ഡെഫിനിഷൻസ് കൊടുക്കണം, പിന്നെ അതിൻ്റെ രീതികൾ കൊടുക്കുക, വിവിധതരം മതങ്ങൾ കൊടുക്കണം, മാറ്റങ്ങൾ മാത്രം ചേർത്ത് എഴുതിയാൽ മതി 4 മാർക്കിനാണെങ്കിൽ. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദ ഫോംസ് ഓഫ് മാരേജ്? വിവാഹ രീതികളെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രവണതകൾ വിവരിക്കുക. അപ്പോൾ ഞാൻ ആൻസർ എഴുതുമ്പോൾ വിവിധ വിവാഹ രീതികൾ എഴുതിയതിന് ശേഷം ആധുനിക വിവാഹങ്ങളിലെ ആർഭാടങ്ങളെക്കുറിച്ച് നിങ്ങളുടേതായൊരു ഭാഷയിൽ ആൻസർ കൊടുക്കുക കേട്ടോ.
പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് കിൻഷിപ്പ്. ബന്ധുത്വത്തിൻ്റെ പ്രകൃതം വിശദീകരിക്കുക. അതിൽ ഹാരി എം ജോൺസിൻ്റെ 6 സ്വഭാവ സവിശേഷതകൾ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. 5ാമത്തത്, ക്യാൻ യു ഡിഫറൻഷിയേറ്റ് കൺസാൻജീനസ് ആൻഡ് കൺജുഗൽ കിൻഷിപ്പ് റിലേഷൻഷിപ്പ്. കൺസാങ്കിനിയസും കൺജുഗലും ബന്ധുത്വ രീതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ്. വിവാഹബന്ധത്തിലൂടെയും രക്തബന്ധത്തിലൂടെയുള്ള ബന്ധുത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതും നോട്ടിലുണ്ട്. ഇതിൽ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന് നമ്മളവിടെ ഒന്ന് പറഞ്ഞു. ഇനി 2ാമത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് ഹൗ വുഡ് യു ക്ലാസിഫൈ ദ ഡിഗ്രി ഓഫ് കിൻഷിപ്പ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ദ ബ്ലഡ് ആൻഡ് മാരേജ് ടൈസ് പ്രിൻസിപ്പിൾസ്. രക്തബന്ധത്തിലൂടെയും വിവാഹബന്ധത്തിലൂടെയും അല്ലെങ്കിൽ രക്തബന്ധത്തിൻ്റെയും വിവാഹബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ എങ്ങനെ ബന്ധുത്വത്തിൻ്റെ അളവ് തരംതിരിക്കണം. അപ്പം അതിൻ്റെ ബന്ധുത്വത്തിൻ്റെ നിർവചനങ്ങൾ എഴുതണം, അതിൻ്റെ രൂപങ്ങൾ എഴുതണം. പിന്നെ വിവിധ തരം ബന്ധുത്വങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്, അത് എഴുതണം. അതുകൂടാതെ കൺസാൻജീനിയസും കൺജുഗലും ഒന്നുകൂടി സമർത്ഥിച്ച് എഴുതുകയും കൂടി വേണം കേട്ടോ. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പിന്നെ ഒരു എസ്സേ നമ്മൾ ഫാമിലീൻ്റെ പറഞ്ഞല്ലോ, അത് ചോദിക്കാൻ സാധ്യതയാണ്. ഇനി 3ാമത്തെ യൂണിറ്റിലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. വിച്ച് റിലീജിയൻ വർഷിപ്സ് മൾട്ടിപ്പിൾ ഡൈറ്റീസ്. ഏത് മതമാണ് ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നത്? പോളിത്തീസം, അതായത് ബഹുദൈവാരാധന. 2, വിച്ച് ആർ ദ 2 ഫോംസ് ഓഫ് റിലീജിയൻ കോമൺ എമംഗ് പ്രിമിറ്റീവ് കൾച്ചേഴ്സ്. പ്രാകൃത സംസ്കാരങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന 2 തരം മതരൂപങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ടോട്ടമിസവും മറ്റൊന്ന് അനിമിസവും. ടോട്ടമിസം, ആനിമിസം തന്നെ മലയാളം എഴുതിയാൽ മതി. 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ഹ്യൂമൻ റിസോഴ്സ് ദാറ്റ് ബിക്കംസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകങ്ങളിൽ ഒന്നായി മാറുന്ന ഒരു മനുഷ്യ വിഭവം ഏതാണ്? ലേബർ, അധ്വാനം. 4, വിച്ച് ഇക്കണോമി റിലൈസ് ഓൺ ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഗ്രേറ്റർ ഫുഡ് പ്രൊഡക്ഷൻ. ഏത് സമ്പദ് വ്യവസ്ഥയാണ് വിളകളുടെ കൃഷിയെയും കൂടുതൽ ഭക്ഷ്യോൽപാദനത്തെയും ആശ്രയിക്കുന്നത്? ആൻസർ അഗ്രികൾച്ചറൽ ഇക്കണോമി, കാർഷിക സമ്പദ് വ്യവസ്ഥ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ ഈ ചോദ്യം കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത ചോദിച്ചാൽ അതിൻ്റെ ആൻസറും കൂടിയാണ് കേട്ടോ, അതും കൂടി ഒന്നിപ്പോൾ ശ്രദ്ധിക്കാം. 5ാമത്തത്, വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാസ്റ്ററൽ എക്കണോമി. ഇടയ സമ്പദ് വ്യവസ്ഥയ്ക്കൊരു ഉദാഹരണം എഴുതാം. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തൽ. ഇതും ഒരു മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. 6, വിച്ച് സിസ്റ്റം റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ബേസ്ഡ് ഓൺ ദ ഫ്യൂഡൽ ലോഡ്സ് ഓണർഷിപ്പ് ഓഫ് സെർഫ്സ് ഓർ പെസൻസ്. ഫ്യൂഡൽ പ്രഭുവിന് സെർഫുകളുടെയും കർഷകരുടെയോ ഉടമസ്ഥാവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പാദന വ്യവസ്ഥകൾ ഏതാണ്? ഫ്യൂഡലിസം ആണത് ആൻസർ. 7, വിച്ച് എക്കണോമി ക്യാരക്ടറൈസസ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ. വൻതോതിലുള്ള ഉൽപ്പാദനവും സ്പെഷ്യലൈസേഷനും ഏത് സമ്പദ് വ്യവസ്ഥയാണ്? ആൻസർ ഇൻഡസ്ട്രിയൽ എക്കണോമി, വ്യാവസായിക സമ്പദ് വ്യവസ്ഥ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് എക്കണോമി ഡസ് ദ ഡൊമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സെർഫ്സ് ബൈ ഫ്യൂഡൽ ലോഡ്സ് ഒക്കർ. ഏത് സമ്പദ് വ്യവസ്ഥയിലാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ആധിപത്യവും അവരുടെ ചൂഷണവും നടക്കുന്നത്? ആൻസർ ഫ്യൂഡൽ ഇക്കണോമിക് സിസ്റ്റം, ഫ്യൂഡൽ സമ്പദ് വ്യവസ്ഥയിൽ. 9, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻസ് സോഷ്യൽ ഓർഡർ ഇൻ എ സൊസൈറ്റി. ഏത് സ്ഥാപനമാണ് ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക ക്രമം നിലനിർത്തുന്നത്? ആൻസർ ഗവൺമെൻറ്. 10ാമത്തത്, വിച്ച് ഈസ് ദ ഫോർമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ്. സർക്കാരിൻ്റെ ഔപചാരിക പ്രാതിനിധ്യം ഏതാണ്? ആൻസർ സ്റ്റേറ്റ്, രാഷ്ട്രം. 11, വിച്ച് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റേറ്റ് ദാറ്റ് പ്രൊമൈസസ് സുപ്രീം അതോറിറ്റി വിത്തിൻ എ ടെറിറ്ററി. ഒരു പ്രദേശത്തിനുള്ള പരമോന്നത അധികാരം വാഗ്ദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഏതാണ്? സോവറിറ്റിയാണ്, പരമാധികാരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 12, വിച്ച് ഫോം ഓഫ് ഗവൺമെൻറ് ഡസ് എ സിംഗിൾ പേഴ്സൺ റൂൾ അണ്ടിൽ ഹി ഓർ ഷീ ഡൈസ് ഓർ അബ്ഡിക്കേറ്റ്സ് ദ ത്രോൺ. ഒരു വ്യക്തി മരിക്കുന്നത് വരെ അല്ലെങ്കിൽ സിംഹാസനം ഉപേക്ഷിക്കുന്നത് വരെ ഭരിക്കുന്നത് ഏത് തരത്തിലുള്ള ഭരണമാണ് അല്ലെങ്കിൽ സർക്കാരാണ്? ആൻസർ മൊണാർക്കി, രാജവാഴ്ച. 13, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ആൻ ഓർഗനൈസ്ഡ് ഗവൺമെൻറ് ഈസ് ആബ്സെൻറ്റ് ഇൻ എനി സൊസൈറ്റി വിത്തൗട്ട് ലോസ്. നിയമങ്ങളില്ലാത്ത ഒരു സമൂഹത്തിലെ ഒരു സംഘടിത സർക്കാർ ഇല്ലെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ആൻ ഓർഗനൈസ്ഡ് ഗവൺമെൻറ് ഈസ് ആബ്സെൻറ്റ് ഇൻ എനി സൊസൈറ്റി വിത്തൗട്ട് ലോസ്. നിയമങ്ങളില്ലാത്തൊരു സമൂഹത്തിൽ ഒരു സംഘടിത സർക്കാർ ഇല്ലെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? ആൻസർ അനാർക്കി, അരാജകത്വം. 14, വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫൈനിങ് ഫീച്ചർ ഓഫ് എ ഡെമോക്രസി. ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ നിർവചിക്കാവുന്ന പ്രധാന സവിശേഷത എന്താണ്? വോട്ടിംഗ് ആണ്, തെരഞ്ഞെടുപ്പ്.
15. വിച്ച് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് മോർ repressive ആസ് ദേ റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കുന്ന ഏത് രാഷ്ട്രീയ വ്യവസ്ഥയാണ് കൂടുതൽ അടിച്ചമർത്തുന്നത്? ആൻസർ ടോട്ടലിറ്റേറിയനിസം, സമഗ്രാധിപത്യം എന്ന് മലയാളം. 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ സുപ്രീം അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സിംഗിൾ പേഴ്സൺ ഓർ വിത്തിൻ എ സ്മോൾ ഗ്രൂപ്പ്? ഇത് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വന്നതാണ് കേട്ടോ. പരമോന്നത അധികാരം ഒരൊറ്റ വ്യക്തിയുടെയോ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെയോ കൈകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭരണ സംവിധാനം ഏതാണ്? ആൻസർ ഓട്ടോക്രസി, അതിൻ്റെ മലയാളമാണ് സ്വേച്ഛാധിപത്യം. ഓട്ടോക്രസി അഥവാ സ്വേച്ഛാധിപത്യം. 17. വാട്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഈസ് ഇറ്റ് കാൾഡ് വെൻ ദ പവർ സ്ട്രക്ചർ ഈസ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ റോയൽറ്റി, വെൽത്ത്, ഫാമിലി ബോണ്ട്സ് ആൻഡ് മിലിറ്ററി കൺട്രോൾ? അധികാരഘടനയെ റോയൽറ്റി അഥവാ രാജകീയത്വം, സമ്പത്ത്, കുടുംബ ബന്ധങ്ങൾ, സൈനിക നിയന്ത്രണം എന്നിവയാൽ വേർതിരിക്കുമ്പോൾ അതിനെ ഏത് തരത്തിലുള്ള സർക്കാർ എന്ന് വിളിക്കുന്നു? ആൻസർ ഒലിഗാർക്കി, പ്രഭുവർഗ ഭരണം എന്ന് പറയും. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ എക്കണോമി. ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എഴുതാനാണ്. എൻ്റെ ആൻസർ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എൻ്റെ ആൻസർ, വ്യാവസായിക സമ്പദ് വ്യവസ്ഥകൾ ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് യന്ത്രങ്ങളുടെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ വ്യാവസായികവൽക്കരണത്തിൻ്റെ സവിശേഷത ഉൽപ്പാദനത്തിലെ വർധനവും തൊഴിൽ വിഭജനത്തിലെ ഗണ്യമായ വളർച്ചയുമാണ്. ഇതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. 2 മാർക്കല്ലേ ഉള്ളൂ കേട്ടോ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഡിസ്റ്റിങ്ക്വിഷ് ദ കോൺസെപ്റ്റ് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ? പവിത്രവും അശുദ്ധവുമായ ആശയങ്ങളെ നിങ്ങൾ എങ്ങനെ വേർതിരിക്കും? അത് നോട്ടിൽ തന്നിട്ടുണ്ട്. പ്രൊഫൈൻ ആൻഡ് സേക്രഡ് എന്ന് പറഞ്ഞിട്ട് നോക്കി എഴുതാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ കോമ്പണൻസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? പ്രധാന സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് കോമ്പണൻസ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ക്യാൻ യു ഇല്ലുസ്ട്രേറ്റ് ദ ഫങ്ഷൻ ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് ആൻ എക്സാമ്പിൾ? ഒരു ഉദാഹരണ സഹിതം മതസ്ഥാപനങ്ങളുടെ പ്രവർത്തനം വ്യക്തമാക്കുക. ഫങ്ഷൻസ് ഓഫ് റിലീജിയൻസ് എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ ഹെഡിങ് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് എഴുതുമ്പോൾ കൂട്ടത്തിൽ ഉദാഹരണം വരുന്നുണ്ട് കേട്ടോ. ഇനി 2ാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളുടെ വിവിധ ഘടകങ്ങൾ വിവരിക്കുക. അതും എലമെൻറ്റ്സ് ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റിലീജിയൻസ് പറഞ്ഞിട്ട് നോട്ടിൽ തന്നിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ. എലാബറേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ വിശദീകരിക്കുക. അത് നോട്ടിൽ ഇങ്ങനെ പോയിൻ്റായിട്ട് തന്നെ മൊണാർക്കി, ഒലിഗാർക്കി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നിട്ടുണ്ട്. ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും അതിൻ്റെ വിശദീകരണവും ചേർത്ത് എഴുതാണ് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിൽ നിന്ന് 2 എസ്സേ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏത് ബ്ലോക്കിൽ? 3ാമത്തെ ബ്ലോക്കിൽ. ഓക്കെ, 3ാമത്തെ 2ാമത്തെ യൂണിറ്റിൽ കേട്ടോ. ഓക്കെ, താങ്ക്സ്.